ആ പെണ്ണുങ്ങൾ ഔറത്ത് വെളിവാക്കിയിട്ട് നാട് നീളം നടന്നതിന്റെ പേരിലല്ല, സുജൂദിൽ കിടന്നതിന്റെ പേരിൽ ആ പെണ്ണുങ്ങളെ വല്യമ്മ പരിചയപ്പെട്ടത്. നിങ്ങൾ ജീവിതത്തിൽ എത്ര ഖത്മ ഖുർആൻ ഓതി? നഫീസ ബീവി റളിയല്ലാഹു അൻഹാ 6000 ഖത്മ ഖുർആൻ ഓതിയ പെണ്ണാണ്. അങ്ങനത്തെ ഒരുപാട് മഹത്തുക്കൾ അവർക്ക് പരിചയമുണ്ട്. നിങ്ങളെ ഉമ്മ നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല, സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ വിദേശത്തേക്ക് കണക്ഷൻ ഒന്നുമില്ല. അതേ സമയത്ത് കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്ക് പോലും കെടുത്തിയിട്ട് യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ശൈഖ് അബ്ദുൽ ഖാദിരി അവരെ വിളിച്ചിട്ടില്ലേ? മുഹീദ്ദീമാല അവർ ചൊല്ലിയിട്ടില്ലേ? മുഹീദ്ദീമാല 156 വരി എന്നും ചൊല്ലാനുള്ള ഒഴിവില്ല, സമയം ഇല്ല എങ്കിൽ പറയട്ടെ, അവസാനത്തെ ഒരു 16 വരിയെങ്കിലും നമ്മുടെ ഉമ്മ മരിക്കുന്നത് വരെ ചൊല്ലിയിരുന്നു. അവസാനത്തെ 16 വരി അല്ലാഹുവിനോടുള്ള ദുആ തന്നെയാണ്. ഇത് ഇരവാകുന്നു. അല്ലാഹുവിനോട് ദുആ ഇരക്കാനുള്ള ഇരവ്. മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്നാൽ മൂഫർ മുഹിയദ്ദീൻ കാവേലിലേകല്ലാഹ് കാലം മസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവേലിലേകല്ലാഹ് പെരുത്ത ഖബറകം പോകുന്നാൽ പേർ പെറ്റ മുഹിയദ്ദീൻ കാവേലിലേകല്ലാഹ് അരിപ്പത്തിലിട്ട സിറാത്ത് കടക്കുന്നാൽ അരിമ മുഹിയദ്ദീൻ കാവേലിലേകല്ലാഹ്. ആരും കൈ പിടിക്കാനില്ലാത്ത സമയം അവിടെ എൻ്റെ കൈ പിടിക്കാൻ മശായിഖുമാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അല്ലാഹു അധികാരം നൽകിയവരാണ് അവിടെ വരാനുള്ളത്. അവരുമായുള്ള ബന്ധം വേർപ്പെടുത്താൻ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് പറ്റില്ല. ഞാൻ എന്നെ മാത്രമാണ് ഉപദേശിക്കുന്നത്, ഒരാളെയും ഉപദേശിക്കുകയല്ല. നമ്മുടെ ഹൃദയത്തെ സ്വാലിഹീങ്ങളിലേക്കൊന്ന് തിരിച്ചു വെച്ച് അവരുമായുള്ള ബന്ധങ്ങൾ, അവർ പഠിപ്പിച്ച പാഠങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട മൗലിദുകൾ, മാലകൾ, നശീദകൾ, ദിക്റുകൾ, ആ ഒരു വഴിയിലൂടെയുള്ള ജീവിതം വേണം നമുക്ക്. നമ്മുടെ കച്ചവടക്കാരാണെങ്കിൽ, കർഷകരാണെങ്കിൽ, ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ, ഏത് സമ്പന്നരാണെങ്കിൽ, ഏത് പാവപ്പെട്ടവരാണെങ്കിലും, ഏത് തരത്തിലുള്ളവരാണെങ്കിലും ബന്ധം സ്വാലിഹീങ്ങളുമായിട്ടായിരിക്കും. ഇതാണ് ഇതിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത്. ഇന്നും നിങ്ങൾ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ഫൈദി ഉസ്താദ് ഇവിടെ സ്വലാത്ത് ചൊല്ലിത്തരുമ്പോൾ ആരംഭഘട്ടത്തിൽ ഒരുപാട് ഫാത്തിഹ ഓതി. അത് മഹാന്മാരുടെ ഹദറത്തിലേക്ക്. ആ സ്വാലിഹീങ്ങളുമായുള്ള ബന്ധം മുത്തുപേട്ട ദാവൂദ് വലിയുള്ളാഹി തങ്ങളിലേക്ക് ഫാത്തിഹ ഓതിയിട്ടുള്ളൂ. നാവൂർ ഷാഉൽ ഹമീദ് റളിയല്ലാഹു അൻഹുവിലേക്ക്, ബഗ്ദാദിലെ ഖുത്ബുൽ അഖ്താബ് തങ്ങളിലേക്ക്, ആരിഫീങ്ങളെ രാജാവ് സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് സയ്യിദ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളിലേക്ക്, അങ്ങനെ മഹാന്മാരിലേക്ക് ഇങ്ങനെ ഫാത്തിഹ ഓതി അവരുമായുള്ള ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, ഇത് സ്വാലിഹീങ്ങളെ സ്വഭാവമാണ്, ഔലിയാക്കളെ സ്വഭാവമാണ്, മഹാന്മാരുടെ സ്വഭാവമാണ്. ആ സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു സമാനിലാണ്, ലോകമാകെ ഫസാദിലേക്ക് പോവുകയാണ്. എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഏതു സമയത്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം എന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈമാൻ, ഇഖ്ലാസ്, ആഖിറം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, അവിടെ ചെല്ലുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കൈപിടിക്കേണ്ടത്, അവരുമായുള്ള സുദൃഢമായ ബന്ധം, ഇതൊക്കെ ഈ സദസ്സ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അർഹമുർറഹീമായ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ നാട്ടിൽ ഇത്ര അധികം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയ ഒരു സദസ്സ് എന്ന നിലയ്ക്ക് ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. നമ്മുടെ പൂർവികരാകുന്ന വലിയ വലിയ സയ്യിദുമാർ, വലിയ ആലിമീങ്ങൾ, വലിയ ആരിഫീങ്ങൾ, അവർ നല്ല ദൂര കാഴ്ചയുള്ളവരാണ്. അവർ നമുക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി തയ്യാറാക്കി വെച്ചു. നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു മദ്രസ, ഈ മദ്രസയുടെ നമ്പർ എത്രയാണ്?
4091 10,000-ന്റെ മേലെ മദ്രസയുണ്ട് സമസ്തന്റെ കീഴിൽ. അതിൽ നിങ്ങൾക്ക് മദ്രസക്ക് അംഗീകാരം തന്നതിനു ശേഷം സമസ്ത പിന്നെ 6000 മദ്രസകൾ കൂടി അംഗീകരിച്ചിട്ടുണ്ട്. കുറച്ച് പഴക്കണ്ട്. ഒരു നാട്ടിൽ എന്തിനാണ് മദ്രസ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ പറയും നിങ്ങൾ കുട്ടികൾക്ക് ദീൻ പഠിക്കാനാണ് അല്ലേ. ഞാനതല്ല പറയാം. ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും രക്ഷപ്പെടാനാ മദ്രസ. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ, ആ ഇൽമ ഒരു നാട്ടിൽ നിലനിർത്താൻ ഒരുപക്ഷെ അവിടെ 10 കൊല്ലം പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ഇല്ല. ആ കുട്ടി വെറുതെ മദ്രസയിൽ പോയി വരുന്നു എന്നല്ലാതെ ആ കുട്ടിക്ക് ഓർമ്മശക്തി പഠിച്ചും കൊടുത്തിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് എന്താ മദ്രസ കൊണ്ട് കിട്ടാൻ പോകുന്നത്? നമ്മളെ കണക്ക് കൂട്ടനുസരിച്ച് ഒന്നും പഠനം കിട്ടിയിട്ടില്ല. പക്ഷെ ഇൽമ പഠിക്കുന്ന കുട്ടികളെ കൂടെ പോയി ഇരുന്നതിന്റെ പ്രതിഫലം ഈ കുട്ടിക്ക് കിട്ടും. ഈ മദ്രസ സ്ഥാപിച്ചവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഇതിന്റെ അടിക്കല്ല് പാകി അന്ന് മുതൽ തറക്ക് കല്ല് വെച്ചവർ, മണ്ണിട്ട് കൊടുത്തവർ, ഇതിനു വേണ്ടി ഉത്സാഹിച്ചവർ, അധ്വാനിച്ചവർ, സംഭാവന ചെയ്തവർ, ഭൂമി കൊടുത്തവർ, എല്ലാം നൽകിയവർ, അവരിൽ പലരിൽ നിന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹുവിന്റെ ഖബർ സ്വർഗ്ഗമാക്കട്ടെ. ഇന്ന് ഈ മദ്രസയിൽ വെച്ച് കുട്ടികൾ ഫാത്തിഹ ഓതുമ്പോൾ, സ്വലാത്ത് ചെല്ലുമ്പോൾ, ദിക്ർ ചെല്ലുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ഏതെങ്കിലും ദീനിന്റെ ഇൽമിൽ നിന്ന് ഒരക്ഷരം പറയുമ്പോൾ അതിന്റെ പ്രതിഫലം ഇത് തുടങ്ങി തന്ന എല്ലാവരും ഖബറിലേക്കും എത്തുകയാണ്. അപ്പൊ മദ്രസ കൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല കാര്യം. ഇനി പോകട്ടെ. നാളെ റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ കരുണക്കടലാകുന്ന റബ്ബ എത്ര തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഒക്കെ പുറത്തു കൊടുക്കാൻ ആ റബ്ബിന് താല്പര്യം. അതിനുവേണ്ടി റബ്ബ് തആല ചില അമലുകൾ നോക്കും. ആ ചില അമലുകൾ നോക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിന് വേണ്ടി വല്ല സഹായം നൽകിയിട്ടുണ്ടോ? ഒരു മദ്രസക്ക് വേണ്ടി, ദീനി സദസ്സിന് വേണ്ടി, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സഹായം നൽകിയിട്ടുള്ളോ? സമ്പത്ത് തന്നെ ആവണമെന്നില്ല. നല്ല ആരോഗ്യമുള്ളവർ, നല്ല ശബ്ദമുള്ളവർ, നല്ല ശക്തിയുള്ളവർ, മറ്റുള്ള സ്വാധീനമുള്ളവർ എന്താണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ഈ പരിശുദ്ധമായ നന്മക്ക് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടോ? ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ എന്റെ നൂറാകുന്ന ഇൽമ അഥവാ ദീനിന്റെ നെടുന്തൂണാകുന്ന ഇൽമ, ആ ഇൽമ നിലനിർത്താൻ ഈ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കോടാനുകോടി രൂപ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെലവഴിച്ചതിനേക്കാൾ ഈ നല്ല മേഖലയ്ക്ക് ചെറിയ തുക ചെലവഴിച്ചാൽ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ഭാരമുള്ള അമലാക്കി മാറ്റിയിട്ട് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കാനും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാനും ഇൽമിന്റെ മേഖലയിൽ അവൻ ചെലവഴിക്കുന്ന സ്വതക്കയും അവൻ ചെലവഴിക്കുന്ന ത്യാഗവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും എന്നുള്ളത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. ഒരു നാട്ടിൽ മദ്രസ ഉണ്ടായി കിട്ടിയാൽ ആ നാട്ടുകാർ മുഴുവനും രക്ഷപ്പെടും. ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ അല്ലേ, നാട്ടുകാർക്ക് കിട്ടുന്ന സൗഭാഗ്യം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ സൗദി അറേബ്യയിൽ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്, അബുദാബിയിലും ദുബൈയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഖത്തറിലും ഒമാനിലും യാത്ര ചെയ്തിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തു. പക്ഷെ അവിടെയൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഭക്ഷണം കൊടുക്കാൻ, പള്ളിയിൽ ഖുതുബ നിർവഹിക്കുന്ന, ഇമാമത്ത് നിൽക്കുന്ന, വാങ്ക് വിളിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാൻ ആ നാട്ടുകാർക്ക് അവസരമില്ല. അതൊക്കെ ഒരു കമ്പനി വക നടന്നു പോവുകയാണ്. ഏതാ പള്ളി? ഈ കമ്പനിന്റെ പള്ളി, അത് പെട്രോൾ കമ്പനിന്റെ പേര് പറയും, ആ കമ്പനിന്റെ പള്ളി. അതാ കമ്പനി എല്ലാവർക്കും സാലറി കൊടുക്കുന്ന പോലെ ഇവരുടെ അക്കൗണ്ടിലേക്ക് സാലറി വരും, അവർ ഭക്ഷണം വാങ്ങിക്കഴിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വരെ സൗകര്യം. ഈ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്കൊക്കെ സ്വർഗ്ഗമാണ് കിട്ടാൻ പോകുന്നത്. കാരണം അവർ ഇൽമിനെ സ്നേഹിച്ചിട്ടാണ്. നാളെ പരലോകത്ത്, ശ്രദ്ധിച്ച ഒറ്റ വാക്കേ ഞാൻ പറയുന്നുള്ളൂ, നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ റബ്ബിന്റെ നൂറാകുന്ന ഇൽമിനെ സ്നേഹിച്ച ഒരാളെയും അല്ലാഹു കഷ്ടപ്പെടുത്തൂല. ഇൽമിനെ സ്നേഹിച്ചോ അവരൊക്കെ രക്ഷ. കളങ്കമില്ലാതെ ഇഷ്ടപ്പെടാനാണ് ഞാനിത് പറയുന്നത്.